എക്സ്റ്റസി അല്ലെങ്കിൽ മോളി എന്നറിയപ്പെടുന്ന MDMAയ്ക്ക് പിന്നിൽ ഒരു നൂറ്റാണ്ടിലേറെ നീണ്ടുനിൽക്കുന്ന സങ്കീർണമായ ചരിത്രമുണ്ട്. 1912-14 കാലങ്ങളിൽ ജർമ്മനിയിലെ മെർക്ക് എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ പ്രശസ്ത രസതന്ത്രജ്ഞനായിരുന്ന ആന്റൺ കെല്ലിഷാണ് MDMA ആദ്യമായി സമന്വയിപ്പിച്ചത്. രക്തസ്രാവം അഥവാ ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള മരുന്നിന്റെ നിർമ്മാണത്തിനിടയിൽ ഒരു ഇന്റർമീഡിയറ്റ് സംയുക്തമായിട്ടായിരുന്നു MDMA ആദ്യം വികസിപ്പിച്ചെടുത്തിരുന്നത്. എന്നാൽ ആ സമയത്ത് മെർക്ക് ഇതിന്റെ സൈക്കോ ആക്റ്റീവ് ഗുണങ്ങളെക്കുറിച്ച് പര്യവേഷണം ചെയ്തിരുന്നില്ല. 1950കളിൽ US ആർമിയും CIA-യും അവരുടെ അൾട്രാമൈൻഡ് കൺട്രോൾ റിസർച്ചിന്റെ ഭാഗമായി MDMA-യും അനുബന്ധ വസ്തുക്കളും പരീക്ഷിച്ചു. 1970കളിൽ അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്ന ഷുൾജിൻ MDMA-യെ സ്വയം പരീക്ഷിക്കുകയും സൈക്കോതെറാപ്പികൾക്കുള്ള അതിന്റെ സാധ്യതകളെ അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്തു. 1980ഓടെ റേവ് പോലുള്ള നൈറ്റ് ക്ലബ്ബുകളിലും ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക് രംഗങ്ങളിലെയും ഒരു വിനോദമരുന്നായി MDMA മാറി. അതിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആശങ്കകൾ 1985-ൽ US ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ MDMA-യെ ഷെഡ്യൂൾ 1 മരുന്നായി തരംതിരിച്ചു. അതായത് ദുരുപയോഗത്തിന് ഉയർന്ന സാധ്യത ഉണ്ടെന്നും അംഗീകൃത മെഡിക്കൽ ഉപയോഗമില്ലെന്നും കണ്ടെത്തി. എങ്കിലും നിരവധി രസതന്ത്രജ്ഞർ ഇത് നിയമവിരുദ്ധമായി ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തു.